ഹലോ, ഇന്ന് നമുക്ക് മഞ്ചാടി ഇറക്കാൻ പോയാലോ? നമുക്കിപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മഞ്ചാടി ഇറക്കാനായിട്ട് പോവാം. നമ്മുടെ വീട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഈ മഞ്ചാടി മരം ഉള്ളത്. അവിടെ ആ കാട്ടിലൊക്കെയാണ് വീണ് കിടക്കുന്ന മഞ്ചാടി. ഒന്നും കിട്ടൂല എന്ന് പ്രതീക്ഷിച്ച് പോയ എനിക്ക് ഒരു മുട്ട മഞ്ചാടി കിട്ടി കേസ്. ആദ്യം തന്നെ ഒരു വലുതാണ് കിട്ടിയത്. അത് ഇത്തി ഇങ്ങനെ തൊലിഞ്ഞൊക്കെ ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. പിന്നെ രണ്ടെണ്ണം കൂടെ വീണ്ടേ, അപ്പോൾ അതിനെയും കൂടെ നോക്കാൻ പോയപ്പോഴത്തേക്കും അത് രണ്ടാമത്തെയും കൂടെ കിട്ടി. അത് ഞാൻ എടുത്തപ്പോൾ അതിനെന്തോ എന്നോടൊരു ദേഷ്യം, അത് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ എടുത്തതിന്. ആദ്യം നല്ല ചുമന്ന മഞ്ചാടിയായിരുന്നു കേട്ടോ രണ്ടാമത്തത് നമുക്ക് കിട്ടിയത്. നമുക്ക് മൂന്നാമത്തെയും കൂടെ കണ്ടുപിടിക്കാം. അതങ്ങനെ കണ്ടുപിടിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കുഞ്ഞിതേ ഇവിടെ നിൽക്കുന്നുണ്ടത്. അപ്പം ഞാൻ താഴോട്ട് ചാടി ഗൈസ്. അപ്പം എനിക്ക് അവിടുന്ന് 2 മഞ്ചാടി കിട്ടി. പിന്നെ നമുക്ക് അടുത്തതും കിട്ടി അവിടുന്ന് തന്നെ. അങ്ങനെ കുറേ മഞ്ചാടികൾ കിട്ടി. ഇതിപ്പോൾ ഇത്ര മഞ്ചാടികൾ ടോട്ടലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കഴുകാനായിട്ട് പോകണ്ടേ? മണ്ണൊക്കെ ഉണ്ടായിരുന്നിട്ട് ചിലതിലൊക്കെ. അപ്പോൾ അതിനെയൊക്കെ കഴുകാനായിട്ട് നമുക്ക് താഴത്തെ ചാലിലോട്ടാണ് പോകുന്നത്. ഈ ഒരു കുഞ്ഞു വഴി കൂടെയൊക്കെ പോയാൽ നമുക്ക് ചാലിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോൾ ഇത് കുളമാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് ചാലെത്താറായി ഗൈസ്. ഇതാണ് ചാല്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കാം. അങ്ങനെ അതിന് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ കഴുകി സുന്ദരന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കാണിച്ചാൽ ഈ വഴി കൂടെ പോയാൽ നമുക്ക് കാവിലോട്ട് പോകാൻ പറ്റുമേ. ഒരു വീഡിയോയിൽ ഞാൻ കാവിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഇടാമേ കേട്ടോ. അപ്പോൾ അത് ഇതിലേ കൂടെ ഒക്കെ എല്ലാവർക്കും പോകാനൊക്കെ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, എത്രയെങ്കിലും കിട്ടിയില്ല, ഒന്നും ബ്രേക്ക് കിട്ടിയില്ലെന്ന് പ്രതീക്ഷിച്ചല്ലേ പോയത്.